രാജസ്ഥാൻ റോഡ് ട്രിപ്പ് സീരീസിലെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് ഇൻഡോറിൽ നിന്നുമാണ്. ഛപ്പൻ ദുക്കാനിൽ നിന്നും വീണ്ടും ഭക്ഷണം കഴിക്കാൻ പറ്റിയ സന്തോഷത്തോടെ ഇൻഡോറിനോട് വിട പറയുന്നു. ഭാവിയിലെ റോഡ് ട്രിപ്പുകളിൽ തീർച്ചയായും മടങ്ങി വരുമെന്ന് ഉറപ്പുള്ള ഒരു സിറ്റിയാണ് ഇൻഡോർ. ഇന്നത്തെ ടാർഗറ്റ് 450 കിലോമീറ്റർ അകലെയുള്ള നാഗ്പൂരാണ്. 9.5 മണിക്കൂർ എടുക്കുമെന്നാണ് ഗൂഗിൾ മാപ്സിൽ കാണിച്ചത്. 6:30 ആയപ്പോൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഇന്നലത്തെ പോലെ തന്നെ രാവിലെ ചെറിയ മഴ കിട്ടി. മൊത്തം ദൂരവും 4 ലൈൻ ഹൈവേ ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യത്തെ 100 കിലോമീറ്ററോളം വളരെ മോശം റോഡായിരുന്നു. 2 ലൈൻ ഹൈവേ, ഒരുപാട് ട്രക്ക് ട്രാഫിക്കും കൂടാണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് റോഡ് ഒട്ടും മെയിൻറ്റെയിൻഡ് ആയിരുന്നില്ല. പലയിടത്തും റോഡ് ഏതാ കുഴി ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടായില്ല. ഈ റോഡ് ട്രിപ്പിലെ ഏറ്റവും മോശം റോഡുകളായിരുന്നു ഈ 100 കിലോമീറ്റർ. എന്നാലും ഓഫ് റോഡ് കൂടി എൻജോയ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയെന്ന് വിചാരിച്ച് സമാധാനിക്കാം. ഈ ഒരു സെക്ഷൻ കവർ ചെയ്യാൻ 3 മണിക്കൂറോളം എടുത്തു. പോകുന്ന വഴി നല്ല ഹോട്ടലുകളോ കടകളോ ഒന്നും തന്നെ കിട്ടിയില്ല. ഇൻഡോർ ടൗണിൽ നിന്നും പോഹയും പഴവും പാർസൽ മേടിച്ചത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിലൊതുക്കി. കണ്ണോട് എന്ന സ്ഥലം എത്തിയപ്പോൾ റോഡ് 4 ലൈനായി മാറി. കുറച്ചു മുന്നിലെത്തിയപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റി. മഴ ചെറുതായി പൊടിയുന്നുമുണ്ടായിരുന്നു. ബന്ദിപ്പൂർ, വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ ഓടിക്കുന്ന പോലെ ഫീലിംഗ് ആയിരുന്നു. ഈ ഫോറസ്റ്റ് സെക്ഷൻ 4 ലൈൻ എക്സ്പാൻഷനിലായതുകൊണ്ട് പല സ്ഥലത്തും ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി വരുന്നുണ്ടായിരുന്നു. അത് ചിലപ്പോഴൊക്കെ ഡേഞ്ചറായി തോന്നിയത് മാറ്റിവെച്ചാൽ വളരെ അടിപൊളി ഡ്രൈവ് തന്നെ. 3:30 ആയപ്പോൾ നാഗ്പൂർ എത്തി. എയർപോർട്ടിൻ്റെ അടുത്തുള്ള അർബൻ ഹെർമിറ്റേജ് എന്ന ഹോട്ടലിലാണ് റൂം ബുക്ക് ചെയ്തത്. റൂമിലെത്തി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. 6 മണിയായപ്പോൾ ഡിന്നർ കഴിക്കാൻ ഇറങ്ങി. പോയത് ഹൽദിറാംസിൻ്റെ റെസ്റ്റോറൻറ്റിൽ. ഇവരുടെ മെയിൻ ഐറ്റംസ് ചാട്ടാണ്. അതുകൊണ്ട് ഒരു രാജ് കച്ചോരിയും സമോസ ചാട്ടും ആലു തിക്കി ചാട്ടും കഴിച്ചു. ഡെസേർട്ടിന് റസ്മലായി. എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. നാളെ വളരെ ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് റൂമിലോട്ട് മടങ്ങി നേരത്തെ ഉറങ്ങി. അടുത്ത ദിവസം 5:30 ആയപ്പോൾ റൂമിൽ നിന്നും ചെക്കൗട്ട് ചെയ്തിറങ്ങി. കാരണം 550ഓളം കിലോമീറ്റർ അകലെയുള്ള ഹൈദരാബാദ് ആയിരുന്നു ഡെസ്റ്റിനേഷൻ. ഹൈദരാബാദ് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. എപ്പോഴും ഒരു ട്രാൻസിറ്റ് മാത്രമായിട്ടാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എപ്പോൾ പോകുമ്പോഴും അവിടെ എത്തിയാൽ ഒരു ഇറാനി ചായയും ബിരിയാണിയും കഴിക്കാൻ ഉറപ്പുവരുത്താറുണ്ട്. ഇപ്രാവശ്യം അത് തന്നെയാണ് പ്ലാൻ. നാഗ്പൂർ തൊട്ട് ഹൈദരാബാദ് വരെ വലിയ കാഴ്ചകളൊന്നും ഇല്ലാത്ത 4 ലൈൻ ഹൈവേ ആയിരുന്നു. ട്രാഫിക്കും വളരെ കുറവുള്ള റൂട്ടാണിത്. ഉള്ളതെല്ലാം ട്രക്ക് ട്രാഫിക്കും. മഴക്കാലമായതുകൊണ്ട് നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഈ റൂട്ടിൽ സഞ്ചരിച്ചത് ഏപ്രിൽ മാസമായിരുന്നു. അന്ന് മൊത്തത്തോടെ വരണ്ടു കിടക്കുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം. രാജസ്ഥാൻ, മധ്യപ്രദേശ് പോലെ പശുക്കൂട്ടവും റോഡിലില്ലായിരുന്നു. അതുകൊണ്ട് ഒരേ സ്പീഡിൽ ഓടിച്ചു വരാം. ഒരുപാട് ദൂരെ ഡ്രൈവ് ചെയ്തിട്ടും നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് പോകുന്ന വഴി ഒരു തട്ടുകട സെറ്റപ്പ് കണ്ട് വണ്ടി നിർത്തി. അവിടുന്ന് 2 ചായയും ഓരോ സെറ്റ് പൂരി ഭാജിയും കഴിച്ചു. ഇവിടെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 4 പൂരിയാണ്. കൂടെ ഭാജിയും ടൊമാറ്റോ ചട്നിയും പീനട്ട് ചട്നിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹൈദരാബാദിലോട്ട് യാത്ര തുടർന്നു. പെട്രോൾ അടിക്കാൻ ഒരു ബ്രേക്ക് എടുത്തത് ഒഴിച്ചാൽ പിന്നെ നോൺ സ്റ്റോപ്പായി ഡ്രൈവ് ചെയ്തു. 1:30 ആയപ്പോൾ ഹൈദരാബാദിൻ്റെ ഔട്ടർ റിംഗ് റോഡിൽ കയറി. ഇൻഫ്രയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ബാംഗ്ലൂർ പിന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ റിംഗ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. 8 ലൈനാണ് ഈ റോഡിൻ്റെ വീതി. 120 kmph സ്പീഡ് ലിമിറ്റും. ടോൾ ആണെങ്കിൽ ബാംഗ്ലൂർ നൈസ് റോഡിൻ്റെ 4/1. 3 മണിയായപ്പോൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഗച്ചിബൗളി എന്ന സ്ഥലത്തുള്ള റാഡിസൺ ഹോട്ടലിലാണ് ഇന്നത്തെ സ്റ്റേ ബുക്ക് ചെയ്തത്. ഈ റോഡ് ട്രിപ്പിലെ അവസാനത്തെ ഹോട്ടൽ സ്റ്റേ. 7 മണിയായപ്പോൾ പിസ്ത ഹൗസിലെ ബിരിയാണി കഴിച്ച് ഇന്നത്തെ ദിവസം റാപ്പ് ചെയ്തു. നാളെ ഇനി നമ്മ ഊരു ബാംഗ്ലൂരുവിലേക്ക്.